ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണ. നമ്മളിവിടെ വായിക്കുന്നത് ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപം. ഇസ്കോൺ സ്ഥാപകാചാര്യൻ കൃഷ്ണ കൃപാമൂർത്തി എസി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദർ വിവർത്തനവും ഭാവാർത്ഥവും നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപമാണ് വായിക്കുന്നത്. ഇപ്പോൾ നമ്മൾ 15-ാമത്തെ അധ്യായം പുരുഷോത്തമ യോഗം ആണ് വായിക്കുന്നത്. ഈ അധ്യായത്തിൽ നമ്മൾ നേരത്തെ കണ്ടു, ഭഗവാൻ ഭൗതിക സൃഷ്ടിയെക്കുറിച്ചും ആത്മീയ സൃഷ്ടിയെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭൗതിക സൃഷ്ടി ഒരു തലതിരിഞ്ഞ വൃക്ഷമായിട്ടും ആത്മീയ സൃഷ്ടി പൂർണ്ണമായിട്ടും പ്രകാശം നിറഞ്ഞതായിട്ടും അവിടെ എത്തിച്ചേർന്നാൽ ഒരിക്കലും തിരിച്ചു വരേണ്ടാത്ത സനാതന ധാമമായിട്ടും ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് ഭഗവാനും ജീവാത്മാവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ ജീവാത്മാക്കളും സ്ഥിരമായിട്ട് സനാതനമായിട്ട് ഭഗവാന്റെ അംശമാണ്. പക്ഷെ ആ ജീവാത്മാക്കൾ ഭൗതിക ലോകത്ത് ഭൗതിക സൃഷ്ടിയിൽ എത്തുന്ന സമയത്ത് അവർക്ക് ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു. ജന്മമൃത്യു ജരാവ്യാധികൾ തുടർച്ചയായിട്ട് അനുഭവിക്കേണ്ടി വരുന്നു. ഒരു ശരീരം വിട്ട് മറ്റൊരു ശരീരം സ്വീകരിക്കേണ്ടി വരുന്നു. ഒരു പുതിയ ശരീരം സ്വീകരിക്കുന്നതിന്റെ നിയമക്രമങ്ങളൊക്കെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതു തരത്തിലുള്ള ഇന്ദ്രിയ തൃപ്തിയാണോ ഒരു ജീവൻ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ചുള്ള ശരീരമാണ് അടുത്ത ജന്മത്തിൽ ലഭിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ ഭഗവാൻ പറഞ്ഞു. അതിനുശേഷം ഭഗവാൻ ഈ ഭൗതിക സൃഷ്ടിയെ എങ്ങനെയാണ് നിലനിർത്തുന്നത്. ഭഗവാനെ എതിർക്കുന്ന ജീവാത്മാക്കളാണ് ഭൗതിക ലോകത്തിലുള്ളതെങ്കിൽ പോലും ആ ഭൗതിക ലോകത്തിനെ നിലനിർത്തുന്നതും ഭഗവാനാണ്. പക്ഷെ ഭഗവാന്റെ രൂപത്തെയോ ഭഗവാന്റെ വ്യക്തിത്വത്തെയോ ഭൗതിക ലോകത്തിലുള്ള ജീവാത്മാക്കൾ അംഗീകരിക്കാത്തത് കൊണ്ട് നേരിട്ട് വ്യക്തിരൂപത്തിൽ ഭഗവാൻ അവർക്ക് സാധാരണഗതിയിൽ പ്രത്യക്ഷരാകുന്നില്ല. പക്ഷെ ആ ലോകത്തെ നിലനിർത്തുന്നതും ഭൗതിക ലോകത്തെ നിലനിർത്തുന്നതും ഭഗവാൻ തന്നെയാണ്, ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള ശക്തികളിലൂടെ. അതിന് വ്യത്യസ്തമായിട്ടുള്ള ഉദാഹരണങ്ങൾ ഭഗവാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ശ്ലോകങ്ങളിൽ. 12-ാം ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു, യഥാദിത്യഗതം തേജോ ജഗത് ഭാസേതേ അഖിലം യന്ദ്രമസി യച്ചാഗ്നോ തത്തേജോ വിദ്ധി മാമകം. ഈ ലോകത്തിലുള്ള ജീവികൾക്ക് പ്രകാശവും ചൂടും നൽകുന്നതിന് വേണ്ടി ഭഗവാൻ സൂര്യപ്രകാശമായിട്ട് ഈ ലോകത്തിൽ നിൽക്കുന്നു. സൂര്യപ്രകാശമുള്ളത് കൊണ്ടാണ് എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത്, അവർക്ക് വസ്തുക്കളെ കണ്ടു മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അവർക്ക് നിലനിൽക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ചൂട് ലഭിക്കുന്നത്, അതേപോലെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം ലഭിക്കുന്നതും സൂര്യപ്രകാശമുള്ളതുകൊണ്ട്. ആ സൂര്യപ്രകാശം ഭഗവാനിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. സൂര്യപ്രകാശത്തിന്റെ ഉറവിടം ഭഗവാനാണ് എന്ന് പറഞ്ഞു. പിന്നീട് ചന്ദ്രപ്രകാശവും ഭഗവാനിൽ നിന്ന് തന്നെ വരുന്നതാണ്. ആ ചന്ദ്രപ്രകാശമാണ് ഔഷധങ്ങളിൽ ഔഷധ ഗുണം നൽകുന്നതും പഴങ്ങളിൽ അതിന്റെ ജ്യൂസ് നൽകുന്നതും ചന്ദ്രപ്രകാശമാണ്. ആ ചന്ദ്രപ്രകാശത്തിന്റെ ഉറവിടവും ഭഗവാൻ തന്നെയാണെന്ന് പറഞ്ഞു. അതിനുശേഷം അഗ്നിയുടെ തേജസ്സും ഭഗവാൻ തന്നെയാണെന്ന് പറഞ്ഞു. അഗ്നിയുടെ സഹായത്തോടു കൂടിയാണ് എല്ലാവരും പാചകം ചെയ്യുന്നതും മറ്റ് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതും അഗ്നിയുടെ സഹായത്തോടു കൂടിയാണ്. അപ്പോൾ അഗ്നിയായിട്ട് വന്നിട്ടുള്ളതും ഭഗവാൻ തന്നെയാണ്. അപ്പോൾ ഭഗവാൻ നേരിട്ട് ഈ ഭൗതിക ലോകത്തിൽ പ്രത്യക്ഷനല്ലെങ്കിൽ പോലും ഭഗവാൻ വ്യത്യസ്ത ശക്തികളായിട്ട് ഈ ലോകത്തിനെ നിലനിർത്തുന്നുണ്ട്. സൂര്യപ്രകാശമായിട്ടും ചന്ദ്രപ്രകാശമായിട്ടും അഗ്നിയായിട്ടും ഒക്കെ ഭഗവാൻ ഇവിടെയുള്ള മനുഷ്യരെ സഹായിക്കുന്നു. മനുഷ്യരെ മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളെയും സഹായിക്കുന്നു. അതേപോലെ വ്യത്യസ്തമായിട്ടുള്ള ഗ്രഹങ്ങൾ
ആകാശത്ത് ചുറ്റിക്കറങ്ങുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആകാശത്ത് അവയ്ക്ക് അവയുടെ സ്ഥാനങ്ങളിൽ നിൽക്കാനുള്ള ശക്തി നൽകുന്നതും ഭഗവാൻ തന്നെയാണ്. ഗാമാവിശ്വച്ച ഭൂതാനി ധാരയാമ്യഹം ഓജസ. ഭഗവാന്റെ ശക്തി കൊണ്ടാണ് എല്ലാ ഗ്രഹങ്ങളും അതിൻ്റെതായിട്ടുള്ള സ്ഥാനങ്ങളിൽ സ്ഥാനം തെറ്റാതെ ചുറ്റി സഞ്ചരിക്കുന്നത്. അതിനുള്ള ശക്തി ഭഗവാൻ നൽകുന്നു. അപ്പൊ ഗ്രഹങ്ങളെ നിലനിർത്തുന്നതും ഗ്രഹങ്ങളെ താങ്ങി നിർത്തുന്നതും ഭഗവാന്റെ ശക്തിയാണ്. കൃഷ്ണാമി ഔഷധി സർവ സോമോ ഭൂത്വ രസാത്മക. ചന്ദ്രപ്രകാശത്തിലൂടെ ഫലങ്ങൾക്ക് രസം നൽകുന്നതും ഔഷധ സസ്യങ്ങൾക്ക് ഔഷധ വീര്യം നൽകുന്നതും ഭഗവാൻ തന്നെയാണ്. ഇതെല്ലാം ഇവിടെയുള്ള ജനങ്ങളെയും ഇവിടെയുള്ള ജീവജാലങ്ങളെയും സഹായിക്കുന്നതിന് വേണ്ടി ഭഗവാൻ വ്യത്യസ്തമായിട്ടുള്ള ശക്തികളിലൂടെ ഈ ഭൗതിക ലോകത്തിൽ അവതരിക്കുന്നതാണ്. തുടർന്നുള്ള ശ്ലോകങ്ങളിലും ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള ശക്തികളെ കുറിച്ചും അതെങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നത് എന്നും വിശദീകരിക്കുന്നുണ്ട്. 14ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. നമുക്ക് വായിക്കാനുള്ളത് 14ാമത്തെ ശ്ലോകമാണ്. അഹം വൈശ്വാനരോ ഭൂത്വ പ്രാണിനാം ദേഹമാശ്രിത പ്രാണാപാന സമായുക്ത പച്ചാമി അന്നം ചതുർവിധം. നമുക്ക് വിവർത്തനം ഭാവാർത്ഥം വായിക്കാം, അതിനുശേഷം നോക്കാം. 14ാമത്തെ ശ്ലോകത്തിന്റെ വിവർത്തനം വായിച്ചു. രാധാമാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 14. അഹം വൈശ്വാനരോ ഭൂത്വ പ്രാണിനാം ദേഹമാശ്രിതഃ പ്രാണാപാന സമായുക്ത പചാമ്യന്നം ചതുർവിധം. വിവർത്തനം. സകല ജീവികളിലുമുള്ള ദഹനാഗ്നിയാണ് ഞാൻ. ഉൾക്കൊള്ളുന്നതും പുറത്തു തള്ളുന്നതുമായ പ്രാണവായുവിനോട് ചേർന്ന് ഞാൻ 4 വിധത്തിലുള്ള ആഹാരങ്ങളെയും ദഹിപ്പിക്കുന്നു. ഭാവാർത്ഥം. ആയുർവേദ ശാസ്ത്രപ്രകാരം ഭക്ഷിക്കുന്നതെന്തും ദഹിപ്പിച്ചു പോരുന്ന ഒരു അഗ്നി നമ്മുടെ ഉദരത്തിലുണ്ടെന്ന് മനസ്സിലാക്കാം. ആ അഗ്നി എരിയുന്നില്ലെങ്കിൽ വിശപ്പുണ്ടായിരിക്കുകയില്ല. ആ അഗ്നി എരിയുമ്പോൾ ദഹനേന്ദ്രിയങ്ങൾ ശരിയായി പ്രവർത്തിക്കുമ്പോൾ മാത്രമേ വിശപ്പുണ്ടാവുകയുള്ളൂ. ഇത് വേണ്ട വിധം പ്രവർത്തിക്കാതിരുന്നാൽ ചികിത്സ ആവശ്യമാണ്. എന്തായാലും പരമപുരുഷന്റെ പ്രതിനിധിയാണ് ഈ അഗ്നി. പരമപുരുഷൻ അഥവാ ബ്രഹ്മം ഉദരത്തിനുള്ളിൽ അഗ്നിരൂപിയായി എല്ലാത്തരം ഭക്ഷ്യങ്ങളെയും ദഹിപ്പിക്കുന്നുവെന്ന് ബൃഹദാരണ്യകോപനിഷത്തും 5.9 പറയുന്നുണ്ട്. അയം അഗ്നിർ വൈശ്വാനരോ യോയം അന്തപുരുഷേ ഏനേദം അന്നം പച്യതേ. ആഹാര വസ്തുക്കളെയെല്ലാം ദഹിപ്പിക്കാൻ ഭഗവാൻ സഹായിക്കണമെന്നിരിക്കെ ഭക്ഷണ പ്രക്രിയയിൽ കൂടി ജീവാത്മാവിന് സ്വാതന്ത്ര്യമില്ല. ദഹനക്രിയയ്ക്ക് ഭഗവത് സഹായമില്ലെങ്കിൽ ഭക്ഷിക്കാനാവില്ല. അതുകൊണ്ട് പരമപുരുഷൻ തന്നെ ഭക്ഷ്യങ്ങളെ സൃഷ്ടിക്കുകയും അവയെ ദഹിപ്പിക്കുകയും ചെയ്യുന്നു. അവിടുത്തെ കരുണ കൊണ്ടാണ് നമുക്ക് ജീവിതം ആസാധ്യമാകുന്നത്. ശബ്ദാദിഭ്യോന്ത ഉദിഷ്ടാനാച്ച എന്ന് വേദാന്ത സൂത്രം 1.2.27 സ്ഥിരീകരിക്കുന്നു. ശബ്ദത്തിലും ശരീരാന്തഭാഗത്തും വായുവിലും ദഹനശക്തി രൂപത്തിൽ ഉദരത്തിലും ഭഗവാൻ വളരുന്നു. ആഹാരദ്രവ്യങ്ങൾ 4 വിധമുണ്ട്. വിഴുങ്ങേണ്ടവ, ചവച്ചിറക്കേണ്ടവ, നക്കി കഴിക്കേണ്ടവ, വലിച്ചൂറ്റി കുടിക്കേണ്ടവ എന്നിങ്ങനെ ഇവയെല്ലാം ദഹിപ്പിക്കുന്ന ദഹനശക്തിയാണ് ഭഗവാൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു രാധാമാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഭഗവാൻ ഈ ലോകത്തിൽ പ്രകാശം നൽകുന്നതിന് സൂര്യന്റെ രൂപത്തിലും പഴങ്ങളിൽ രസം നൽകുന്നതിന് ചന്ദ്രപ്രകാശത്തിന്റെ രൂപത്തിലും ഭക്ഷ്യധാന്യങ്ങൾ പാചകം ചെയ്യുന്നതിന് അഗ്നിയുടെ രൂപത്തിലും ഇവിടെ പ്രത്യക്ഷമായി. ഇതിന്റെയൊക്കെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് ആഹാരം ലഭിച്ചു. ആഹാരം കഴിച്ചാൽ അത് ദഹിപ്പിക്കണമെങ്കിൽ നമ്മൾക്ക് സ്വന്തമായിട്ട് ശക്തിയില്ല എന്നാണ്. ആഹാരത്തിന്റെ ദഹനശക്തി നമ്മുടെ നിയന്ത്രണത്തിലല്ല. നമ്മൾക്ക് കഴിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ. അതെങ്ങനെയാണ് ദഹിക്കുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാവുന്നില്ല. അല്ലെ, നമ്മൾ കഴിക്കുന്നു, പക്ഷെ എങ്ങനെയാണ് ദഹനം നടക്കുന്നത് എന്ന് പോലും നമ്മൾക്ക് അറിയുന്നില്ല. അത് ദഹിക്കുന്നു. ദഹനത്തിന് എന്തെങ്കിലും തകരാറുണ്ടാകുന്ന സമയത്താണ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. ആഹാരം ദഹിക്കുന്നില്ല, ഡോക്ടറെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പോകുന്നു. അതുവരെ നമ്മളൊന്നും അറിയുന്നില്ല, ദഹനം നടക്കുന്നത് പോലും അറിയുന്നില്ല.
പക്ഷെ അതിനെ ദഹിപ്പിക്കാൻ വേണ്ടി ഭഗവാൻ സഹായിക്കുന്നു. ഓരോ ശരീരത്തിലും ദഹനശക്തിയായിട്ട് ദഹനാഗ്നിയായിട്ട് ഇരിക്കുന്നത് ഭഗവാനാണ്. അതാണ് ഇവിടെ പറയുന്നത്. അഹം വൈശ്വാനരോ ഭൂത്വ പ്രാണിനാം ദേഹമാശ്രിത. എല്ലാ ജീവജാലങ്ങളിലും ഭഗവാൻ ദഹനാഗ്നിയായിട്ട് ഇരിക്കുന്നു. പുറമേ ഒരു അഗ്നിയായിട്ട് ഇരിക്കുന്നു, അത് ആഹാരം പാകം ചെയ്യുന്നതിന് സഹായിക്കുന്നു. ഉള്ളിലും ഭഗവാൻ അഗ്നിയായിട്ട് ഇരിക്കുന്നു, ദഹനാഗ്നിയായിട്ട് ഇരിക്കുന്നു. അങ്ങനെ കഴിക്കുന്ന ആഹാരം ആ ജീവശരീരത്തിൽ എടുക്കാൻ പാകത്തിന് ഭഗവാൻ ദഹിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നും ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. പ്രാണാപാന സമായുക്താണ്, പ്രാണനും ആയി ചേർന്നാണ്, അപാനനുമായിട്ട് ചേർന്നിട്ടാണ് ഭഗവാൻ ആ ദഹനം നൽകുന്നത് എന്ന് പറയും. ദഹനം നടക്കണമെങ്കിൽ ദഹനാഗ്നിയും ആവശ്യമാണ്, വായുവും ആവശ്യമാണ്. വായുവിന്റെയും അഗ്നിയുടെയും സംയുക്തമായിട്ടുള്ള അല്ലെങ്കിൽ കൂടിക്കലർന്നുള്ള ശക്തിയോട് കൂടിയിട്ടാണ് ദഹനം നടക്കുന്നത്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിക്കുന്നത്. ഇതെല്ലാം ഭഗവാൻ അറേഞ്ച് ചെയ്യുന്നുണ്ട്. നമ്മൾ പറയാണ്ട് തന്നെ ഭഗവാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. ആ സഹായം ഇല്ലാതാകുന്ന സമയത്താണ് നമ്മൾ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നത്. ഭഗവാൻ സഹായിക്കുന്ന സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് ഭഗവാനെ സ്മരിക്കുന്നില്ല. ആഹാരം ദഹിക്കണമെങ്കിൽ പോലും, നമ്മൾ കഴിച്ച ആഹാരം ദഹിക്കണമെങ്കിൽ പോലും ഇവിടെ ഭഗവാന്റെ സഹായം ആവശ്യമാണ്. നമുക്ക് സ്വന്തമായിട്ട് ആഹാരം ദഹിപ്പിക്കാൻ പോലും സാധിക്കുന്നില്ല എന്നിവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 4 വിധത്തിലുള്ള അന്നം ഭഗവാൻ ദഹിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം 4 വിധത്തിലായിരിക്കും എന്നാണ് പറയുന്നത്. 4 തരത്തിലുള്ള ഭക്ഷണമാണ് സാധാരണ നമ്മൾ കഴിക്കുന്നത്. ഏതൊക്കെയാണ്? പച്ചാമി അന്നം ചതുർവിധമാണ് ഭക്ഷണം എന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ്? ശിലപ്രഭാതത്തിൽ വിശദീകരിക്കുന്നുണ്ട്. വിഴുങ്ങേണ്ടവ, ചവച്ചിറക്കേണ്ടവ, നക്കി കഴിക്കേണ്ടവ, വലിച്ചൂറ്റി കുടിക്കേണ്ടവ. ഇങ്ങനെ പല രീതിയിലാണ്. ദ്രാവകം കൂടുന്നതിനനുസരിച്ച് നമ്മൾ വലിച്ചു കുടിക്കുകയാണ് ചെയ്യുന്നത്. കുറച്ചാണെങ്കിൽ നക്കി കഴിക്കുന്നു, അല്ലാതെ വിഴുങ്ങി കഴിക്കുന്നതും ചവച്ചരച്ച് കഴിക്കേണ്ടതുമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണങ്ങൾ. ഇതിനെല്ലാം ദഹിപ്പിച്ച് സഹായിക്കുന്നത് ഭഗവാനാണ്. ഭഗവാൻ വൈശ്വാനരൻ എന്നാണ് ആ അഗ്നിയുടെ പേര് എന്നിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. അഹം വൈശ്വാനരോ ഭൂത്വ. വൈശ്വാനരൻ എന്നുള്ള പേരിലാണ് ഭഗവാൻ അഗ്നിയുടെ രൂപത്തിൽ എല്ലാവരും കഴിക്കുന്ന ഭക്ഷണം ദഹിപ്പിക്കാൻ സഹായിക്കുന്നത്. വൈശ്വാനരാജ്ഞിയാണ് അതിന് സഹായിക്കുന്നത്. ഭഗവാൻ അന്നം ദഹിപ്പിക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നു. ഇനി മറ്റൊരു രൂപത്തിൽ ഭഗവാൻ ഇരിക്കുന്നുണ്ട്. 15ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, സർവസ്യജാം ഹൃദി സന്നിവിഷ്ടോ മത്ത സ്മൃതി ജ്ഞാനം ആപോഹനം ച വേദേശ സർവേരഹമേവ വേദ്യോ വേദാന്തകൃത് വേദവിദേവ ചാം. വിവർത്തനം ഭാവാർത്ഥം വായിച്ചോളൂ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. 15ാമത്തെ ശ്ലോകം. ശിവരാമൻ പ്രഭു വായിച്ചോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ മത്ത സ്മൃതി ജ്ഞാനമപോഹനം ച വേദൈശ സർവൈരഹം ഏവ വേദ്യോ വേദാന്തകൃത് വേദവിദ് ഏവ ചാഹം. സർവ ജീവികളുടെയും ഹൃദയത്തിൽ ഞാൻ വാഴുന്നു. സ്മരണയും ജ്ഞാനവും മറവിയും എന്നിൽ നിന്നാണു ഉളവാകുന്നത്. എല്ലാ വേദങ്ങളിലൂടെയും അറിയേണ്ടത് എന്നെ തന്നെ. വേദാന്തമുണ്ടാക്കിയതും വേദങ്ങളെ അറിയുന്നതും ഞാനാണ്. ഭാവാർത്ഥം. ഭഗവാൻ പരമാത്മരൂപേണ സർവഹൃദയങ്ങളിലും സ്ഥിതി ചെയ്യുന്നുണ്ട്. എല്ലാ കർമ്മങ്ങളും അദ്ദേഹത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. തൻ്റെ മുൻജന്മ സംഭവങ്ങളെ ജീവാത്മാവ് മറന്നു പോകുന്നു. എങ്കിലും മുൻ കർമ്മങ്ങൾക്കെല്ലാം സാക്ഷിയായിരുന്ന ഭഗവാൻ നിർദ്ദേശിക്കുന്നതനുസരിച്ചു വേണം ജീവാത്മാവ് പ്രവർത്തിക്കാൻ. തന്മൂലം മുൻജന്മ കർമ്മങ്ങൾക്കനുസരിച്ചാണ് പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. സ്മരണയും വേണ്ടുന്നത്ര അറിവും നൽകപ്പെട്ടിട്ടും കഴിഞ്ഞ ജന്മങ്ങളെപ്പറ്റി ജീവൻ മറന്നു പോവുകയാണ്. പരമപുരുഷൻ സർവവ്യാപി മാത്രമല്ല, ഓരോ വ്യക്തി ഹൃദയത്തിലും സ്ഥിതി ചെയ്യുന്നവനുമാണ്. വിവിധ ഫലോദിഷ്ട കർമ്മങ്ങൾക്ക് ഭഗവാൻ ഫലം നൽകുന്നു. വ്യക്തി
വിശ്വന ബ്രഹ്മമെന്ന നിലയിലോ പരമപുരുഷനായോ ഹൃദയസ്ഥനായ പരമാത്മാവെന്ന നിലയിലോ മാത്രമല്ല വേദാവതാരമൂർത്തിയായും ഭഗവാൻ ആരാധിക്കപ്പെടുന്നു. മനുഷ്യർക്ക് വേണ്ടും വിധം ജീവിതം നയിച്ച് സ്വഭവനമായ ഭഗവദ്ധാമത്തിലേക്ക് തിരിച്ചെത്താനുതകുന്ന നിർദ്ദേശങ്ങൾ വേദങ്ങളാണ് നൽകുന്നത്. പരമദിവ്യോത്തമ പുരുഷനായ കൃഷ്ണനെ പറ്റിയുള്ള അറിവ് നമുക്ക് വേദങ്ങളിലൂടെ ഉണ്ടാകുന്നു. വ്യാസദേവനായി അവതരിച്ച ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് വേദാന്ത സൂത്രം രചിച്ചത്. ഭാഗവതത്തിൽ ചേർത്തിട്ടുള്ളതും വ്യാസകൃതവുമായ വേദാന്ത സൂത്രഭാഷ്യം ആ കൃതിയെ പറ്റി ശരിയായ അറിവ് നൽകുന്നു. ബദ്ധനായ ജീവാത്മാവിന്റെ വിമോചനത്തിനു വേണ്ടി ഭക്ഷ്യവിഭവങ്ങൾ സൃഷ്ടിക്കുകയും അവയെ ഉദരാഗ്നിയാൽ സഹായിക്കുകയും ചെയ്യുന്നു. കർമ്മങ്ങൾക്ക് സാക്ഷിയായി നിൽക്കുന്നു. വേദസ്വരൂപിയായും ഗീതോപദേഷ്ടാവായ ശ്രീകൃഷ്ണ ഭഗവാനായും ജ്ഞാനപ്രദനായും തുടർന്നു പോരുന്നു. അത്രയും പരിപൂർണനാണ് ഭഗവാൻ. ബദ്ധനായ ജീവാത്മാവിനെ പരമാധ ആരാധ്യൻ തന്നെ, സർവശ്രേഷ്ഠനും കരുണാശാലിയുമായ ആ പരമപുരുഷൻ. അന്തഃപ്രവിഷ്ട ശാസ്ത്ര ജനാനാം ദേഹം ത്യജിക്കുമ്പോൾ ജീവന് വിസ്മൃതിയുണ്ടാകുന്നു. എങ്കിലും ഭഗവത് നിയോഗത്താൽ കഴിഞ്ഞ ജന്മം ചെയ്തു നടത്തിയ ഘട്ടത്തിൽ നിന്നു തന്നെ ജീവന് തന്റെ പുതിയ പ്രവർത്തനങ്ങൾ തുടരാനാകും. അതിനെക്കുറിച്ച് ജീവൻ മറന്നുപോയാലും അത് മനസ്സിലാക്കുന്നതിനാവശ്യമുള്ള ബുദ്ധി വൈഭവം ഭഗവാൻ നൽകുന്നു. ഹൃദയസ്ഥനായ പരമാത്മാവിന്റെ നിയോഗമനുസരിച്ച് ഈ ലോകത്തിൽ സുഖദുഃഖങ്ങൾ അനുഭവിക്കുക മാത്രമല്ല ജീവൻ ചെയ്യുന്നത്. ഭഗവാനിൽ നിന്ന് തന്നെ വേദവിജ്ഞാനം നേടാനുള്ള അവസരം അയാൾക്ക് കിട്ടുന്നുണ്ട്. വൈദിക ജ്ഞാനത്തിൽ താല്പര്യമുള്ള ഒരാത്മാവിന് അതിനു വേണ്ടുന്ന ദിഷണാശക്തി കൃഷ്ണൻ നൽകുന്നു. എന്തിനാണ് ഭഗവാൻ അറിവിന് വേണ്ടി വൈദിക ജ്ഞാനത്തെ വെളിപ്പെടുത്തിയത്? ഓരോ ജീവാത്മാവിന്റെയും ആവശ്യമാണ് കൃഷ്ണനെ കുറിച്ചുള്ള അറിവ് എന്നതാണ് കാരണം. വൈദിക സാഹിത്യം ഇതിനെ സ്ഥിരീകരിക്കുന്നു. യോ അസോ സർവൈ വേദൈ ഗീയതേ. 4 വേദങ്ങളും വേദാന്ത സൂത്രവും ഉപനിഷത്തുക്കളും പുരാണങ്ങളും ഉൾപ്പെട്ട വൈദിക സാഹിത്യത്തിൽ ഭഗവത് മഹിമകൾ കീർത്തിക്കപ്പെടുന്നു. വേദോക്ത കർമാനുഷ്ഠാനങ്ങളും വൈദിക തത്വചിന്തയും ഭക്തിയുക്തമായ ഭഗവത് സേവനവും എത്തിക്കുന്നത് കൃഷ്ണനിൽ തന്നെ. അതുകൊണ്ട് വേദങ്ങളുടെ ഉദ്ദേശം കൃഷ്ണനെ മനസ്സിലാക്കുക എന്നതാണ്. കൃഷ്ണനെ അറിയാൻ വേണ്ടുന്ന നിർദ്ദേശങ്ങളും ഭഗവത് സാക്ഷാത്കാരത്തിനുതകുന്ന പ്രക്രിയകളും വേദങ്ങളിലുണ്ട്. പരമമായ പ്രാപ്യസ്ഥാനമാണ് പരമദിവ്യോത്തമ പുരുഷൻ. തത്വം സമന്വയാൽ എന്ന് വേദാന്ത സൂത്രം 1.14 ഇക്കാര്യം സ്ഥിരീകരിക്കുന്നു. പരിപൂർണതയിലേക്കുള്ള പടവുകൾ 3 വൈദിക സാഹിത്യം പഠിച്ച് പരമപുരുഷനും താനുമായുള്ള ബന്ധമെന്തെന്നറിയുക. അടുത്തതായി വിവിധ പ്രക്രിയകളിലൂടെ ഭഗവാനോടടുക്കുക. അവസാനമായി പരമപുരുഷനാകുന്ന ആത്യന്തിക ലക്ഷ്യത്തെ പ്രാപിക്കുക. വേദങ്ങളുടെ ഉദ്ദേശം, വേദജ്ഞാനം, വേദങ്ങളുടെ പരമലക്ഷ്യം എന്നിവ ഈ ശ്ലോകത്തിൽ വ്യക്തമായി നിർവചിച്ചിരിക്കുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു ശിവരാമൻ പ്രഭുജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഇവിടെ ഭഗവാൻ പറയുന്നു, സർവസ്യചാഹം ഹൃദി സന്നിവിഷ്ടോ മത്ത സ്മൃതി ജ്ഞാനം ആബോഹനം ച വേദൈശ്ച സർവേർ അഹമേവ വേദ്യോ വേദാന്തകൃത് വേദവിദേവ ചാഹം. അപ്പോൾ ഭഗവാൻ പുറത്ത് നിന്ന് സഹായിക്കുന്നുണ്ട്. പുറത്തിരുന്നു കൊണ്ട് പല രീതിയിലും നമ്മളെ സഹായിക്കുന്നത് നമ്മൾ കണ്ടു. പ്രകാശമായിട്ടും അഗ്നിയായിട്ടും ചന്ദ്രപ്രകാശമായിട്ടും ഒക്കെ ഭഗവാൻ സഹായിക്കുന്നു, എല്ലാവരെയും സഹായിക്കുന്നു. അതേപോലെ ഭഗവാൻ ഓരോരുത്തരുടെയും അകത്തിരുന്നും സഹായിക്കുന്നു. നേരത്തെ നമ്മൾ കണ്ടു വൈശ്വാനര അഗ്നിയായിട്ട് ഭഗവാൻ അകത്തിരിക്കുന്നു. ഇപ്പോൾ ഭഗവാൻ പറയുന്നത് എന്താണ്? സർവസ്യചാഹം ഹൃദി സന്നിവിഷ്ടം. എല്ലാവരുടെയും ഹൃദയത്തിലും ഭഗവാൻ ഇരിക്കുന്നുണ്ട്. നമ്മള് 13-ാമത്തെ അധ്യായത്തിൽ പരമാത്മാവിനെ കുറിച്ച് വായിച്ച സമയത്ത് അവിടെ പറയുന്നുണ്ട്, ബഹിരന്തശ്ച ഭൂതാന അചരം ചരമേവച. ഭഗവാൻ പരമാത്മ രൂപത്തിൽ അകത്തും ഇരിക്കുന്നുണ്ട്, പുറത്തും ഇരിക്കുന്നുണ്ട്. ബഹിരന്തശ്ച ഭൂതാന, അല്ലെ, പുറത്തു നിന്നും നമ്മളെ സഹായിക്കുന്നു, അകത്തിരുന്നു കൊണ്ടും വ്യത്യസ്ത രീതിയിൽ ഭഗവാൻ നമ്മളെ സഹായിക്കുന്നു. എപ്പോഴും നമ്മൾക്ക് പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും നൽകുന്നത് കൊണ്ടാണ്
ഭഗവാൻ സ്വയം ഭഗവാനെ സുഹൃത്ത് എന്ന് പറയുന്നത്. ഭുക്താരം യജ്ഞ തപസാം സർവലോക മഹേശ്വരം സുഹൃതം സർവഭൂതാനാം ജ്ഞാത്വാമാം ശാന്തി മൃച്ഛതി. ഭഗവാൻ എല്ലാവിധത്തിലും നമ്മളെ സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മളത് സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് പുരോഗതി ഉണ്ടാകും. ശരീരം നിലനിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള സഹായങ്ങളൊക്കെ ഭഗവാൻ നൽകുന്നുണ്ട്. അതേപോലെ ആത്മീയമായിട്ട് ഉയരുന്നതിന് വേണ്ടിയിട്ടും ഭഗവാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇവിടെ ഭഗവാൻ എന്താണ് പറയുന്നത്? സർവസ്യജാഹം ഹൃദി സന്നിവിഷ്ടവും അർത്ഥസ്മൃതി ജ്ഞാനം ആബോഹനമിച്ച. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഈ 3 കാര്യങ്ങൾ ഭഗവാൻ നമ്മുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് നൽകുന്നുണ്ട്. പരമാത്മാവിന്റെ രൂപത്തിൽ ഇരുന്നു കൊണ്ട് നൽകുന്നുണ്ട്. ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു മനുഷ്യനായിട്ട് തന്നെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. എന്തൊക്കെയാണ് ഭഗവാൻ പരമാത്മാ രൂപത്തിൽ ഇരുന്ന് നൽകുന്നത്? മത്ത സ്മൃതി ജ്ഞാനം ആബോഹനം. ഭഗവാനിൽ നിന്നാണ് സ്മൃതി, ജ്ഞാനം, ആബോഹനം. ഇത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു മനുഷ്യനായിട്ട് ജീവിക്കണമെങ്കിൽ നമുക്ക് സ്മൃതി ഉണ്ടായിരിക്കണം, ജ്ഞാനം ഉണ്ടായിരിക്കണം, അതേപോലെ ആബോഹനം ഉണ്ടായിരിക്കണം. സ്മൃതി ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ വരും. ഓർമ്മശക്തി അല്ലെ, ഓർമ്മ. ഇതുവരെ നമ്മൾ എന്താണ് ചെയ്തത് എന്നും നമുക്ക് ഓർമ്മ വേണം. ഇനി നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് ഓർക്കാൻ സാധിക്കണം. പക്ഷെ ആ ഓർമ്മ പൂർണ്ണമായിട്ട് നമ്മുടെ നിയന്ത്രണത്തിലല്ല എന്നുള്ളതാണ്. ഓർമ്മയുള്ളപ്പോൾ നമ്മൾ അതൊന്നും ഓർമ്മിക്കുന്നില്ല. പക്ഷെ ഓർമ്മയില്ലാതാകുമ്പോഴാണ് നമ്മൾക്ക് അതിന്റെ പ്രാധാന്യം മനസ്സിലാകുന്നത്. ഓർമ്മ നമ്മുടെ നിയന്ത്രണത്തിലല്ല, അത് ഭഗവാനാണ് നൽകുന്നത്. ഓർമ്മ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഒന്നും പ്രവർത്തിക്കാൻ സാധിക്കാത്ത അവസ്ഥ വരും. അല്ല, ഇതുവരെ ഞാൻ എന്തായിരുന്നു ചെയ്തത് എന്നുള്ള കാര്യം മറന്നുപോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് മുന്നോട്ടൊന്നും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ വരും. പിന്നെ നമുക്കൊന്നും പ്രവർത്തിക്കാൻ സാധിക്കാത്ത അവസ്ഥ വരും, അല്ലെ? അപ്പം ഓർമ്മ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ട്, നമുക്ക് സമ്പത്തുണ്ട്, ബാക്കി സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾക്ക് ഓർമ്മയില്ലെങ്കിൽ നമ്മുടെ ജീവിതം പൂർണ്ണമായിട്ടും ഇല്ലാതാണ്. പിന്നെ മനുഷ്യനായിട്ട് നമ്മൾക്ക് ജീവിക്കാൻ സാധിക്കില്ല. ഓർമ്മ തന്നുകൊണ്ട് ഭഗവാൻ നമ്മളെ സഹായിക്കും. അതാണ് ഏറ്റവും വലിയ സഹായം, അല്ലെ? നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇതുവരെ എന്താണ് പറഞ്ഞത് എന്നുള്ള കാര്യം എനിക്ക് ഓർമ്മ വേണം. ഇനി എന്താണ് പറയേണ്ടത് എന്നുള്ള കാര്യം ഭഗവാൻ ഓർമ്മയിൽ കൊണ്ടുവരണം. അല്ലെങ്കിൽ എനിക്ക് ഇവിടെ സംസാരിക്കാൻ സാധിക്കുകയില്ല. ഭഗവാനാണ് അതിനെ സഹായിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഭഗവാനോട് നന്ദിയുള്ളവനായിരിക്കണം. മത്ത സ്മൃതി ജ്ഞാനം ആബോഹനം. ഓർമ്മയുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് മുന്നോട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് ഓർമ്മിപ്പിക്കുന്നത് ആരാണ്? ഭഗവാനാണ്. ഓരോരുത്തർക്കും വ്യത്യസ്ത രീതിയിലാണ് ഭഗവാൻ ഓർമ്മ നൽകുന്നത് എന്നുള്ള കാര്യം ശ്രീല പ്രഭാതർ വിശദീകരിക്കുന്നുണ്ട്. കാരണം ഓരോരുത്തരും വ്യത്യസ്ത കർമ്മങ്ങൾ ചെയ്തിട്ടാണ്, പൂർവ്വജന്മത്തിൽ ഓരോ കർമ്മങ്ങൾ ചെയ്തിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അവർക്ക് ആ പൂർവ്വജന്മത്തിന്റെ തുടർച്ചയായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരം, വീണ്ടും പുരോഗമിക്കാനുള്ള അവസരം ഭഗവാനാണ് പരമാത്മാ രൂപത്തിൽ നിന്ന് ആ ഒരു ഓർമ്മശക്തിയിലൂടെ നൽകുന്നത്. ഇനി ഓർമ്മ മാത്രമല്ല, ആബോഹനവും, മറവിയും ഭഗവാൻ തന്നെയാണ് നൽകുന്നത്. മറവിയും നമ്മൾക്ക് ആവശ്യമാണ്. ഇപ്പോൾ നമ്മൾക്ക് പ്രവർത്തിക്കണമെങ്കിൽ ചില കാര്യങ്ങളൊക്കെ മറക്കണം, അല്ലെ? പൂർവ്വജന്മത്തിൽ നമ്മൾ എന്താണ് ചെയ്തത് എന്നുള്ള കാര്യമൊക്കെ മറക്കണം. അപ്പോൾ മാത്രമേ ഈ ജന്മത്തിൽ നമ്മൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കൂ. അല്ലെങ്കിൽ നമ്മൾ പൂർവ്വജന്മത്തിലെ കാര്യങ്ങളൊക്കെ ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ജന്മത്തിൽ കൃത്യമായിട്ട് പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ വരും. രണ്ടു കൂടി മിക്സ് ആവും, അല്ലെ? പൂർവ്വജന്മത്തിൽ ഞാൻ അവിടെ ആയിരുന്നു, എന്റെ മാതാപിതാക്കൾ വേറെ ആയിരുന്നു, എന്റെ ജന്മസ്ഥലം വേറെ ആയിരുന്നു, ജന്മഭാഷ വേറെ ആയിരുന്നു. ഇതൊക്കെ നമ്മൾക്ക് ഓർമ്മ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഈ ജന്മത്തിൽ ശരിയായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കും. ഈ ജന്മത്തിൽ നമ്മൾ ഈ ജന്മത്തിലെ ഓർമ്മയിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ആബോഹനം, മറവി ശക്തി ആവശ്യമാണ്. ആ മറവി എപ്പോഴാണ് സംഭവിക്കുന്നത് എന്ന് അവിടെ വിശദീകരിക്കുന്നുണ്ട്. അടുത്ത ശരീരം എടുക്കുന്ന സമയത്ത്, ഗർഭാവസ്ഥയിൽ കിടക്കുന്ന സമയത്താണ് നമ്മുടെ പൂർവ്വജന്മത്തിലെ ഓർമ്മയൊക്കെ നശിക്കുന്നത്. ആബോഹനം അതൊക്കെ ജീവാത്മാവിൽ നിന്നും ഡിലീറ്റ് ചെയ്യുന്നത്, മറപ്പിക്കുന്നത്. മറവിയും നമ്മൾക്ക് ഈ ജന്മത്തിൽ, പുതിയൊരു ജന്മം എടുക്കുന്ന സമയത്ത് മറവിയും ആവശ്യമാണ്. ആ മറവി നൽകി അനുഗ്രഹിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. മത്ത സ്മൃതി ജ്ഞാനം, ഇനി ജ്ഞാനം നൽകി നമ്മളെ ഉയർത്തുന്നതും ഭഗവാൻ തന്നെയാണ്.
ജ്ഞാനത്തിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ആത്മീയമായിട്ട് ഉയരുന്നത്, ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. ഭഗവാനിലേക്ക് തിരിച്ചു പോകാനുള്ള അറിവ് നമ്മൾക്ക് നൽകുന്നത് ജ്ഞാനമുണ്ടെങ്കിൽ മാത്രമാണ്. അല്ലെങ്കിൽ പുസ്തകത്തിൽ അറിവുണ്ടാവും, നമുക്ക് ആ ജ്ഞാനം സ്വീകരിക്കാൻ സാധിക്കാത്ത അവസ്ഥ. നമ്മുടെ ഹൃദയത്തിൽ ജ്ഞാനമുണ്ടെങ്കിൽ മാത്രമേ ഈ അറിവൊക്കെ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ആ ജ്ഞാനം നൽകുന്നത് ആരാണ്? അതും ഭഗവാൻ തന്നെയാണ്. മത്തസ്മൃതി ജ്ഞാനം ആബോഹനം. ഭഗവാന്റെ ഭക്തന്മാർക്ക് ഭഗവാനെ കുറിച്ച് കൂടുതൽ ജ്ഞാനം ഭഗവാൻ നൽകും എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെ? യേശാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം. ആ ബുദ്ധി അല്ലെങ്കിൽ ആ ജ്ഞാനം ഭഗവാൻ നൽകും. എത്രത്തോളം ഭഗവാനെ സേവിക്കുന്നു അത്രത്തോളം കൂടുതൽ ഭഗവാനെ കുറിച്ച് അറിയാനുള്ള ജ്ഞാനം ഭഗവാൻ തന്നെയാണ് നൽകുന്നത്. അപ്പൊ അങ്ങനെ അകത്തു നിന്ന് ഭഗവാൻ സ്മൃതി, ആബോഹനം, അതേപോലെ ജ്ഞാനം, ഇത് മൂന്നും നൽകി സഹായിക്കുന്നു. പുറത്തുനിന്ന് ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം വേദങ്ങളുടെ രൂപത്തിൽ ഭഗവാൻ നൽകിയിട്ടുണ്ട്. വേദം വന്നിട്ടുള്ളതും ഭഗവാനിൽ നിന്ന് തന്നെയാണ്. അതും ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. വേദേശ്ച സർവേർ അഹമേവ വേദ്യോ വേദാന്തകൃത് വേദവിദേവ ചാഹം. മനുഷ്യന് ഭഗവാനെ കുറിച്ച് അറിയണമെങ്കിൽ വേദം ആവശ്യമാണ്. വേദം എവിടുന്നാണ് വന്നിട്ടുള്ളത്? വേദം ഭഗവാനിൽ നിന്നും തന്നെ ആണ് വന്നിട്ടുള്ളത്. ഭഗവാൻ ആദ്യമായിട്ട് ബ്രഹ്മാവിനാണ് വേദം ഉപദേശിച്ചത്. തേനെ ബ്രഹ്മഹൃദ ആദികവയെ മുഹ്യന്തിയത് സൂര്യ. ആ ബ്രഹ്മാവിൽ നിന്നാണ് ഗുരുപരമ്പരയിലൂടെ നാരദ മഹർഷി, വ്യാസദേവൻ, പിന്നീട് മധ്വാചാര്യർ, ഇങ്ങനെയുള്ള ഗുരുപരമ്പരയിലൂടെ നമ്മൾക്ക് വേദം ലഭിച്ചിട്ടുള്ളത് ഭഗവാൻ കൊടുത്തത് കൊണ്ടാണ്. അതുകൊണ്ട് വേദാന്തം രചിച്ചിട്ടുള്ളതും വേദം വന്നിട്ടുള്ളതും ഭഗവാനിൽ നിന്ന് തന്നെയാണ്. ഇനി വേദങ്ങളിലൂടെ അറിയേണ്ടത് ആരെയാണ്? വേദം പഠിച്ചു കഴിഞ്ഞാൽ ആരെയാണ് മനസ്സിലാക്കേണ്ടത്? അതും ഭഗവാനെ തന്നെയാണ് എന്ന് പറയും. ജ്ഞാനം ജ്ഞേയം ജ്ഞാനഗമ്യം എന്ന് നമ്മൾ 13-ാമത്തെ അധ്യായത്തിൽ വായിച്ചിട്ടുണ്ടായിരുന്നു. ജ്ഞാനം ജ്ഞേയം ജ്ഞാനഗമ്യം. ജ്ഞാനം നൽകുന്നതും അറിയേണ്ടതും, ആ ജ്ഞാനത്തിന്റെ സഹായത്തോടു കൂടി അറിയേണ്ടതും, അതിനാണ് ജ്ഞേയം എന്ന് പറയുന്നത്. ജ്ഞാനഗമ്യം, ആ ജ്ഞാനത്തിന്റെ സഹായത്തോടു കൂടി നമ്മൾ എത്തിച്ചേരേണ്ടതും എവിടെ തന്നെയാണ്? ഭഗവാനിൽ തന്നെയാണ്. വേദങ്ങൾ പഠിക്കുന്നതിലൂടെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് എന്നവിടെ വളരെ വ്യക്തമായിട്ട് ഭഗവാൻ പറയുന്നുണ്ട്. വേദേശ്ച സർവേർ അഹമേവ വേദ്യോ. എല്ലാ വേദങ്ങളും നമ്മൾ പഠിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? പലരും പല ഉദ്ദേശം വെച്ച് വേദം പഠിക്കുന്നു, അല്ലെ? വേദം പഠിച്ചു കഴിഞ്ഞാൽ കുറെ ശ്ലോകങ്ങളൊക്കെ പഠിക്കാം, അങ്ങനെ നല്ല ശ്ലോകം അറിയുന്ന ഒരാളായിട്ട് മാറാം, ഞാൻ വേദം പഠിച്ച ആളാണെന്ന് മറ്റുള്ളവരുടെ മുന്നിൽ പറയാം, അല്ലെങ്കിൽ കുറച്ച് യജ്ഞങ്ങളൊക്കെ പഠിക്കും, എന്നിട്ട് കുറെ യജ്ഞങ്ങളൊക്കെ ചെയ്യും, അല്ലെ? യജ്ഞങ്ങൾ, ഹോമങ്ങളൊക്കെ ചെയ്യും. അത് നമ്മുടെ കർമ്മം നന്നാവാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് യജ്ഞം ചെയ്യും. അല്ലെങ്കിൽ നമ്മുടെ കർമ്മദോഷങ്ങളൊക്കെ ഇല്ലാതാവാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ട് യജ്ഞങ്ങളൊക്കെ പഠിക്കും. ചില ആളുകൾ ചില യജ്ഞങ്ങളൊക്കെ പഠിക്കും. യഥാർത്ഥത്തിൽ വേദം എന്തിനാണ് പഠിക്കുന്നത്? വേദപഠനത്തിന്റെ ഉദ്ദേശം എന്താണ് എന്നിവിടെ ഭഗവാൻ വിശദമാക്കുന്നുണ്ട്. എന്താണ് വേദപഠനത്തിന്റെ ഉദ്ദേശം? വേദേശ്ച സർവേർ അഹമേവ വേദ്യോ. ഭഗവാനെ മനസ്സിലാക്കുന്നതിനാണ് വേദം പഠിക്കുന്നത്. വേദം പഠിച്ചിട്ട് നമ്മൾ ഭഗവാനെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ വേദപഠനം കഴിഞ്ഞിട്ടില്ല എന്നാണ് അർത്ഥം. വേദപഠനം പൂർത്തിയായിട്ടില്ല എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ വേദം പഠിക്കുന്നതിന്റെ ഉദ്ദേശം നമ്മൾക്ക് മനസ്സിലായിട്ടില്ല എന്നാണ്. വേദം പഠിക്കുന്നതിന്റെ ഉദ്ദേശം ഭഗവാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വേദേശ്ച സർവേർ അഹമേവ വേദ്യോ. ഭഗവാനെ മനസ്സിലാക്കുന്നതിനാണ് നമ്മൾ വേദം പഠിക്കുന്നത്. അത് ഏത് വേദമാണ്? എല്ലാ വേദങ്ങളിലും ഭഗവാനെ കുറിച്ച് തന്നെയാണ് പറയുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. വേദേശ്ച സർവേർ, എല്ലാ വേദങ്ങളും, വെളിപ്പെടുത്തപ്പെട്ടിട്ടുള്ള എല്ലാ വേദഗ്രന്ഥങ്ങളും ആരെ കുറിച്ചാണ് പറയുന്നത്? ഭഗവാനെ കുറിച്ചാണ് പറയുന്നത്. അത് സംസ്കൃതത്തിലുള്ള വേദഗ്രന്ഥങ്ങൾ മാത്രമല്ല, മറ്റ് രാജ്യങ്ങൾക്ക് മറ്റ് ആചാര്യന്മാർ നൽകിയിട്ടുള്ള വേദങ്ങളൊക്കെ ആരെ കുറിച്ച് തന്നെയാണ് പറയുന്നത്? ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്, അല്ലെ? മറ്റു മതങ്ങള് മറ്റു ചില വേദഗ്രന്ഥങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. ഒരു ഖുർആൻ, ബൈബിൾ, ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. അതിലും നമ്മുടെ പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്, അല്ലെ? യേശുദേവൻ എന്താണ് പറഞ്ഞത്? പിതാവിനെ ആരാധിക്കണം എന്ന് പറഞ്ഞു. ആ പിതാവ് ആരാണെന്ന് ഇവിടെ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്, അല്ലെ? സർവയോനിഷു കൗന്ദയ മൂർത്തയ സംഭവന്തിയ താസാം ബ്രഹ്മ മഹത് യോനിർ അഹം ബീജപ്രദപിത.
ഞാനാണ് ആ പിതാവ് എന്ന് ഭഗവാൻ ഇവിടെ പ്രഖ്യാപിക്കുന്നു. അതേപോലെ മുഹമ്മദ് നബി പറഞ്ഞു, നമ്മുടെ യജമാനനാണ് ഭഗവാൻ, നമ്മളൊക്കെ അദ്ദേഹത്തിന്റെ ഭൃത്യന്മാരാണ്, നമ്മൾ സേവകന്മാരാണ്. ഭഗവാനും ഇവിടെ പറയുന്നുണ്ട്, ആരാണ് യജമാനൻ? ഭർത്ത ഭോക്ത മഹേശ്വര. ഞാനാണ് മഹേശ്വരൻ, ഞാനാണ് യജമാനൻ, ഞാനാണ് ഭർത്താവ്, ഞാനാണ് ഭരിക്കുന്നവൻ. ബാക്കി ജീവാത്മാക്കളൊക്കെ എന്റെ അംശമാണ്. മമൈവാംശോ ജീവലോകേ ജീവഭൂത സനാതന. അവരൊക്കെ സേവകന്മാരാണ്. അപ്പോൾ ആ ഭഗവാൻ, അവരൊക്കെ പല ഭാഷകളിലും ഈശ്വരൻ എന്ന് പറയുന്നത് ഈ ഭഗവാനെ കുറിച്ച് തന്നെയാണ്, ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ച് തന്നെയാണ്. അപ്പൊ ഭഗവാൻ ശ്രീകൃഷ്ണനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് എല്ലാ വേദഗ്രന്ഥങ്ങളുടെയും ഉദ്ദേശം. എല്ലാ ആചാര്യന്മാരും ഈ ഭഗവാനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്, അല്ലെ? ശങ്കരാചാര്യർ പറയുന്നതും മധ്വാചാര്യ പറയുന്നതും രാമാനുജാചാര്യർ പറയുന്നതും എല്ലാ ആചാര്യന്മാരും പറയുന്നതും പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ കുറിച്ച് തന്നെയാണ്. വേദവ്യാസൻ പറയുന്നതും ഭഗവാനെ കുറിച്ച് തന്നെയാണ്, അല്ലെ? ശങ്കരാചാര്യൻ പറയുന്നു, എന്താണ് പറയുന്നത്? ഏകം ശാസ്ത്രം ദേവകീപുത്ര ഗീതം, ഏകോ ദേവോ ദേവകീപുത്ര ഏവ, ഏകോ മന്ത്ര തസ്യ നാമാനിയാനി, കർമാപ്യേകം തസ്യ ദേവസ്യ സേവ. പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ ആരാണ്? ഏകോ ദേവോ ദേവകീപുത്ര ഏവ. ദേവകീപുത്രനായിട്ടുള്ള ഭഗവാൻ വാസുദേവൻ തന്നെയാണ് പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ. ബ്രഹ്മാവും അത് തന്നെയാണ് പറയുന്നത്. ബ്രഹ്മസംഹിതയിൽ പറയുന്നു, എന്താണ് ബ്രഹ്മ പറയുന്നത്? ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരണ കാരണം. പരമ ഈശ്വരൻ ഭഗവാൻ ശ്രീകൃഷ്ണനാണ് എന്ന് ബ്രഹ്മസംഹിതയിൽ പറയുന്നു. ഭാഗവതത്തിൽ വ്യാസദേവൻ എന്താണ് പറയുന്നത്? കൃഷ്ണസ്തു ഭഗവാൻ സ്വയം, ഏതേ ജാംശകല പുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. സ്വയം ഭഗവാൻ, പരമകൃഷ്ണനായിട്ടുള്ള ഭഗവാൻ, എല്ലാ അവതാരങ്ങളുടെയും പ്രകടമായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ് എന്ന് വേദവ്യാസൻ ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട്. അർജുനൻ എന്താണ് പറയുന്നത് ഭഗവത്ഗീതയിൽ? പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവം അജം വിഭു. എല്ലാ ദേവന്മാരുടെയും ഉറവിടമായിട്ടുള്ള പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ അങ്ങ് തന്നെയാണ്. ഇത് നേരത്തെ ഞാൻ കേട്ടിട്ടുണ്ട്. അസിതോ ദേവലോ വ്യാസ സ്വയം ചെയ്വ ബ്രവീഷ്മി. നാരദ മഹർഷി, അസിതൻ, ദേവലൻ, വ്യാസൻ ഇങ്ങനെയുള്ള മഹർഷിമാരൊക്കെ പറയുന്നത് അങ്ങ് തന്നെയാണ് പരമപുരുഷൻ എന്ന് അർജുനൻ പറയും. ഇപ്പോൾ നേരിട്ട് ഭഗവാൻ തന്നെ പറയുന്നു, ഭഗവാനും നേരിട്ട് പറയുന്നുണ്ട്, അഹം സർവസ്യ പ്രഭുവും, ഞാനാണ് എല്ലാറ്റിന്റെയും ഉറവിടം. മത്ത പരതരം നാണ്യത കിഞ്ചിതസ്തി ധനഞ്ജയ, എന്നേക്കാൾ ഉപരിയായിട്ട് മറ്റൊരു സത്യമില്ല എന്ന് എല്ലാ എല്ലാ ആചാര്യന്മാരും ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഇത് ഭഗവാൻ ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുകയാണ്. വേദം പഠിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? വേദൈശ്ച സർവേർ അഹമേവ വേദ്യോ. എല്ലാ വേദങ്ങളിലൂടെയും നമ്മൾ ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ചാണ് മനസ്സിലാക്കേണ്ടത്. എന്താണ് ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് എന്ന് 5-ാമത്തെ അധ്യായത്തിന്റെ അവസാനത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഓർമ്മയുണ്ടോ? ഭഗവാനെ കുറിച്ച് 3 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം എന്ന് പറയുന്നത്. അവർക്ക് സമാധാനം, ശ്രവണം, കീർത്തനം. ഭഗവാനെ കുറിച്ച് എന്താണ് മനസ്സിലാക്കേണ്ടത്? സർവലോക മഹേശ്വരം സുഹൃതം സർവഭൂതാനാം ഭോക്താരം യജ്ഞതപസാം സർവലോക മഹേശ്വരം സുഹൃതം സർവഭൂതാനാം ജ്ഞാത്വാമാം ശാന്തി പൃച്ഛതി. ഈ 3 കാര്യങ്ങളാണ് ഭഗവാനെ കുറിച്ച് വേദപഠനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണ്? ഭോക്താരം യജ്ഞതപസാം, എല്ലാ യജ്ഞങ്ങളും തപസ്സുകളും ചെയ്യുന്നത് ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടിയാണ്. ദേവന്മാരെല്ലാവരും യജ്ഞങ്ങൾ ചെയ്യുന്നതും ഭഗവാൻ ശ്രീകൃഷ്ണനെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഭോക്താരം യജ്ഞതപസാം, എല്ലാ യജ്ഞങ്ങളുടെയും ഭോക്താവ്, ആസ്വാദകൻ ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. അതുകൊണ്ടാണ് നമ്മൾ യജ്ഞങ്ങളൊക്കെ ചെയ്തതിനു ശേഷം സർവം കൃഷ്ണാർപ്പണമസ്തു എന്ന് പറയുന്നത്. അല്ലെ, നാരായണേതി സമർപ്പയാമി, ഭഗവാൻ വിഷ്ണുവിന് ഇത് സമർപ്പിക്കുന്നു, അല്ലെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണന് ഇതെല്ലാം സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഭഗവാനാണ് യജ്ഞങ്ങളൊക്കെ സമർപ്പിക്കുന്നത്. അത് നമ്മൾ ഭഗവാനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഭഗവാനാണ് യജ്ഞഭോക്താവ്.
പിന്നെന്ത് അറിഞ്ഞിരിക്കണം? സർവലോക മഹേശ്വരം. ഓരോ ലോകത്തിനും ഓരോ ഈശ്വരന്മാരുണ്ടെങ്കിലും എല്ലാ ലോകത്തിന്റെയും ഈശ്വരൻ ഭഗവാൻ തന്നെയാണ്, ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. ഈശാവാസ്യം ഇതം സർവം. ഭഗവാൻ ശ്രീകൃഷ്ണന്റേതാണ് എല്ലാ സ്വത്തുകളും. ഇതം നമമ, ഇതെന്റേതല്ല, എല്ലാം ഭഗവാന്റേതാണ്. അപ്പം മുഴുവൻ ലോകങ്ങളുടെയും നിയന്ത്രകൻ, ഉടമസ്ഥൻ ഭഗവാൻ ശ്രീകൃഷ്ണനാണ് എന്ന് വേദങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കണം. ഭോക്താരം യജ്ഞതപസാം സർവലോക മഹേശ്വരം സുഹൃതം സർവഭൂതാനാം. എല്ലാ ജീവജാലങ്ങളുടെയും സുഹൃത്താണ് ഭഗവാൻ. അതിവിടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഭഗവാൻ അകത്തു നിന്നും പുറത്തു നിന്നും പല രീതിയിൽ നമ്മളെ സഹായിക്കുന്നു. അകത്തു നിന്നും നമ്മൾക്ക് അറിവ്, ജ്ഞാനം, ഓർമ്മശക്തി ഇതൊക്കെ നൽകി സഹായിക്കുന്നു. നമ്മൾ കഴിച്ച ഭക്ഷണം ദഹിക്കാൻ പോലും ഭഗവാൻ സഹായിക്കും, അല്ലെ? പുറമേ നിന്ന് വെളിച്ചമായിട്ടും ചൂടായിട്ടും ഭക്ഷണമായിട്ടും ഒക്കെ ഭഗവാൻ വന്നു നിന്ന് നമ്മളെ സഹായിക്കും. ഇത് എല്ലാ ജന്മത്തിലും നമ്മളെ സഹായിക്കുന്നുണ്ട്. എല്ലാ ജന്മത്തിലും പരമാത്മരൂപത്തിൽ ഇരുന്നുകൊണ്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് സുഹൃതം സർവഭൂതാന, എല്ലാ ജീവജാലങ്ങളുടെയും സുഹൃത്താണ് ഭഗവാൻ. ഈ കാര്യം അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വേദം പഠിക്കുന്നത്. വേദം പഠിക്കുന്നതിന്റെ ഉദ്ദേശം ഭഗവാനെ സുഹൃത്താണ്, ഭഗവാനാണ് എന്റെ സുഹൃത്ത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് വേദപഠനത്തിന്റെ ഉദ്ദേശം എന്ന് നമ്മൾക്കൂടെ ഭഗവാൻ തന്നെ വിശദീകരിച്ച് പറഞ്ഞു തരികയാണ്. വേദേശ്വ സർവേ അഹമേവ വേദ്യോ. ഇനി അടുത്ത ശ്ലോകങ്ങളിൽ ആ വേദം മുഴുവൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് രണ്ട് തരത്തിലുള്ള ജീവാത്മാക്കളുണ്ട് എന്നും ആ രണ്ട് ജീവാത്മാക്കളെ നിയന്ത്രിക്കുന്ന പരമമായിട്ടുള്ള ഒരു ആത്മാവുണ്ട് എന്നും മനസ്സിലാക്കാൻ സാധിക്കും എന്ന് പറയുന്നുണ്ട്. ഈ അധ്യായം മുഴുവൻ വേദപഠനത്തിന്റെ ചുരുക്കമാണ് ഭഗവാൻ നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. വേദത്തിലൂടെ എന്താണ് നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത്, ഈ ഭൗതിക പ്രകൃതിയെ കുറിച്ച് എന്താണ് മനസ്സിലാക്കേണ്ടത്, ആത്മീയ ലോകത്തിനെ കുറിച്ച് എന്താണ് മനസ്സിലാക്കേണ്ടത്, ജീവാത്മാവിന്റെ സ്ഥാനം എന്താണ്, ജീവാത്മാവ് ഈ പ്രകൃതിയിൽ പെട്ടുകഴിഞ്ഞാൽ അതിനുണ്ടാവുന്ന അവസ്ഥ എന്താണ്, വേദപഠനത്തിലൂടെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്, ഈ ഭൗതിക ലോകത്തിനെ എങ്ങനെയാണ് ഭഗവാൻ നിലനിർത്തുന്നത്, ഇതൊക്കെ വളരെ ചുരുക്കി രത്നചുരുക്കമായിട്ട് ഈ അദ്ദേഹത്തിൽ ഭഗവാൻ നമ്മൾക്ക് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഭഗവാൻ എല്ലാവരുടെയും ഹൃദയത്തിൽ പരമാത്മരൂപത്തിൽ ഇരുന്ന് മത്ത സ്മൃതി ജ്ഞാനം ആബോഹനം ച, ഓർമ്മശക്തിയും മറവിശക്തിയും ജ്ഞാനശക്തിയും നൽകി സഹായിക്കുന്നു. പിന്നീട് വേദങ്ങൾ നൽകി ഭഗവാൻ സഹായിക്കുന്നു. ആ വേദങ്ങളിലൂടെ മനസ്സിലാക്കേണ്ടതും ഭഗവാനെ തന്നെയാണ് എന്നുള്ള കാര്യം ഈ ശ്ലോകത്തിൽ ഭഗവാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, യെസ്. ഈ വായിച്ച ശ്ലോകങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം ശ്ലോകം വായിക്കാം. ഹലോ പ്രഭുജി, നമസ്കാരം. യെസ്, രാമകൃഷ്ണൻ പ്രഭുജി പറഞ്ഞോളൂ. ഈ വേദങ്ങൾ രചിച്ചതും വ്യാസഭഗവാൻ തന്നെയാണ്, അതുപോലെ തന്നെ ഭഗവത്ഗീത രചിച്ചതും വ്യാസഭഗവാൻ തന്നെയാണ്. അപ്പൊ ഇതെല്ലാം ഒന്ന് തന്നെയാണോ, ഒരു വ്യാസഭഗവാൻ തന്നെയാണോ? യെസ്, വേദങ്ങളെല്ലാം രചിച്ചത് വ്യാസഭഗവാനാണെങ്കിലും വേദങ്ങൾ ആദ്യം വന്നിട്ടുള്ളത് നേരിട്ട് ഭഗവാനിൽ നിന്ന് തന്നെയാണ്. അത് കലിയുഗത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. ദ്വാപരയുഗത്തിന്റെ അവസാനത്തിലാണ് ഇതെല്ലാം രചിക്കുന്നത്. അതുവരെ ഇത് എഴുതി വെച്ചിട്ടില്ലായിരുന്നു, ശ്രുതി രൂപത്തിൽ അത് വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ മുന്നേ എഴുതി വെക്കേണ്ട ആവശ്യമില്ലായിരുന്നു, കാരണം അത്രയ്ക്ക് ഓർമ്മശക്തി അന്നത്തെ കാലത്തെ മുൻ യുഗങ്ങളിലെ ആളുകൾക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ശ്രുതി എന്ന് പറയുന്നത്. കേട്ടാൽ തന്നെ അവർക്ക് അത് ധരിക്കാൻ സാധിക്കും. വിദ്യാധരന്മാർ, വിദ്യ അവർക്ക് ധരിക്കാൻ സാധിക്കും മനസ്സിൽ. പക്ഷെ കലിയുഗത്തിലെ ആളുകൾക്ക് ഓർമ്മശക്തി വളരെ കുറവായതുകൊണ്ടാണ് ഇതെല്ലാം രചിക്കേണ്ടി വന്നത്, ഇതെല്ലാം എഴുതി വെക്കേണ്ടി. എഴുതി വെക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ തന്നെ വ്യാസദേവന്റെ രൂപത്തിൽ അവതരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹം വേദങ്ങളൊക്കെ എഴുതി വെച്ചത്, പുരാണങ്ങളൊക്കെ എഴുതി വെച്ചത്, ഉപനിഷത്തുകളൊക്കെ നമ്മൾക്ക് വേണ്ടിയിട്ട് എഴുതി വെച്ചത്. അത് നേരത്തെ ഉള്ളതാണ്, പക്ഷെ വ്യാസദേവനാണ് അതെല്ലാം എഴുതി വെച്ചത്. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. ഇപ്പോൾ വായിച്ചത് വേറെ എന്തെങ്കിലും സംശയമുണ്ടോ?
ഓക്കെ, വേറെ സംശയമൊന്നുമില്ലെങ്കിൽ നമുക്ക് ശ്ലോകം വായിക്കാം. ബാക്കി ശ്ലോകങ്ങൾ അടുത്ത ദിവസം നമുക്ക് തുടർന്ന് വായിക്കാം. ഭഗവാൻ രണ്ട് തരത്തിലുള്ള ജീവാത്മാക്കളെ കുറിച്ച് പറയുന്നുണ്ട്. ആ രണ്ട് തരത്തിലുള്ള ജീവാത്മാക്കൾക്കും ഉപരിയായിട്ട് ഉത്തമ പുരുഷനെ കുറിച്ച് ഭഗവാൻ പറയുന്നു. ഈ അദ്ദേഹത്തിന്റെ പേര് തന്നെ പുരുഷോത്തമ യോഗം. ഭഗവാനെ എങ്ങനെ മനസ്സിലാക്കണം എന്ന് ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം വായിക്കാം. നമുക്ക് ശ്ലോകം വായിക്കാം. യെസ്, ആരാണോ വായിക്കുന്നത്?